എന്താ നിന്റെ പേര്? ശിവപ്രസാദ് രാമാനുജൻ. ചിരിക്കുന്നു. നിന്റെ പേരെന്താടാ? കിഷോർ കുമാർ. എന്ത്? കിഷോർ കുമാർ. കിഷോർ കുമാർ. കിഷോർ കുമാർ. അയ്യോ, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് പരിചയപ്പെടണമെന്ന്. ഒരു പാട്ട് പാടുവോ? പാടാറില്ല. അയ്യോ, അതെങ്ങനെയാ കിഷോർ കുമാർ എന്ന പേരും വെച്ച് പാടാതിരിക്കുന്നത്? ഒന്ന് പാട്. പാടാ. അയ്യോ. ഹമേ തുംസെ പ്യാർ കിത്നാ യേ ഹം നഹീ തോടെംഗേ. മതി മതി മതി. നീ എന്താടാ ഞങ്ങളെ റാഗിയെന്ന്? ഇപ്പഴാരാടാ ചിരിച്ചത്? ആരാടാ ചിരിച്ചത്? ഈ ബാബുജി ആരാ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ബാബുജിയുടെ കൂടെ പഠിച്ചവർ പലരും ഇന്ന് ഈ കോളേജിലെ പ്രൊഫസർമാരാണ്. അറിയടാ നിനക്കൊക്കെ. അല്ല, ഞാൻ നിന്നെ ഒന്ന് പോസ്റ്റ് ചെയ്യാം. അപ്പൊ ആരാ ചിരിച്ചതെന്ന് പറയില്ല അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെയൊക്കെ മുറികളിൽ വെളുക്കുവോളം ഞാൻ കിഷോർ കുമാറിനെ വിട്ട് പാടിച്ചുകൊണ്ടേയിരിക്കും. സാർ, ഇവനാ ചിരിച്ചേ. ഒരുത്തൻ അവന്റെ കഴിവ് പ്രകടിപ്പിക്കുമ്പോ നീ നിന്ന് ചിരിക്കുന്നു. സോറി പറയടാ. സോറി. എന്നോടല്ല, കിഷോർ കുമാറിനോട്. സോറി. പറഞ്ഞാ പോരാ, എഴുതി കാണിക്കണം. പേന കൊണ്ടല്ല, വിത്ത് യുവർ ബം. നാണിച്ച് നിൽക്കാതെ വന്ന് എഴുതി കാണിക്കടാ. ഒന്ന് കാണിച്ചു കൊടുക്ക് ബാബുജി. ഞാനോ? പുതിയ പിള്ളേരല്ലേ, ഒന്ന് കാണിച്ചു കൊടുക്ക്. ഓക്കെ ഓക്കെ, ഒറ്റ പ്രാവശ്യം കാണിച്ചു തരത്തുള്ളൂ. ശ്രദ്ധിച്ചു നോക്കണം. ഇപ്പൊ ചേട്ടൻ ബിഗ് ലെറ്റേഴ്സിൽ കാണിച്ചത് മോൻ സ്മോൾ ലെറ്റേഴ്സിൽ കാണിച്ചാ മതി. തുടങ്ങിക്കോ. പ്രിൻസിപ്പൾ നമ്മളെ കാണണം. ഇതെന്ത് പണിയാണോ വരുന്നത്? ഞങ്ങൾ തിരിച്ചു വരുന്നവരെ ഒരു 50 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതും. ഓക്കെ ബാബുജി, നോക്കിക്കോണേ. ഇതെന്താണെന്ന് ഓർമ്മയുണ്ടോ രണ്ടുപേർക്കും? ഹൗസ് സർജൻസി കഴിഞ്ഞിട്ട് മാസം 3 കോളേജിലും ഹോസ്റ്റലുമായി കറങ്ങി നടക്കുകയാണ് രണ്ടുപേരും അല്ലേ? യു സ്റ്റാർട്ട് റൗണ്ട്സ്, ഞാൻ വന്നോളാം. ഇവിടെ MBBS പഠിക്കാൻ ചേരുന്ന സമയത്ത് നിങ്ങൾ ഒപ്പിട്ട് തന്നൊരു ബോണ്ടാണിത്. പാസ്സായി കഴിഞ്ഞാൽ ഒന്നുകിൽ 5 ലക്ഷം രൂപ ഈ കോളേജിന് തരണം, അല്ലെങ്കിൽ 2 വർഷം ഗ്രാമീണ സേവനം ചെയ്യണം. അതാണ് വ്യവസ്ഥ. ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? ഇത് രണ്ടും ചെയ്യാൻ ഭാവമില്ലെങ്കിലേ സർട്ടിഫിക്കറ്റ് ഞാൻ വിട്ടുതരത്തില്ല. വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഡിഗ്രി അല്ലേ, കളയണോ അത്? നാളെ എനിക്ക് നിങ്ങളുടെ തീരുമാനം അറിയണം. നിങ്ങൾക്ക് ബോണ്ട് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റാണിത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും ഹോസ്പിറ്റൽസ് ഇതിലുണ്ട്. ചുവന്ന മഷിയിൽ മാർക്ക് ചെയ്തതിൽ വേക്കൻസി ഉണ്ടാവില്ല. ഐ വാണ്ട് ടു നോ യുവർ ഡിസിഷൻ ബൈ 4 PM ടുമോറോ. അപ്പൊ രണ്ടുപേരും ചെല്ല. എക്സ്റേയുടെ ഫൈൻഡിങ്സ് കണ്ട് ത്രില്ലടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ട്രീറ്റ് ദ പേഷ്യൻറ്റ്, നോട്ട് ദി എക്സ്റേ. ഗോട്ട് ഇറ്റ്? ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കാനിംഗ് ഒന്നുമില്ല, എക്സ്റേ ഉള്ളൂ. ഇഫ് യു ഗോ ത്രൂ ദി ഹിസ്റ്ററി ഓഫ് എക്സ്റേസ്, സൈനു, യു നോ a similar X-ray I have seen 26 years back. Can you imagine? 26 years back. Oh, my old friends, come. ഇതിലും ഭേദം ഗ്രാമീണ സേവനമായിരുന്നു. രണ്ടുപേരും പാസ്സായ കാര്യം അറിഞ്ഞു. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലല്ലോ. ഓ സർ, ഇന്റേൺഷിപ്പും കഴിഞ്ഞു. അറിയാം. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? I will show you some interesting X-rays. They are exciting X-rays. അങ്ങനെ അങ്ങ് പോവാന്ന് വിചാരിച്ചു. വിവേക് എവിടെ? അവൻ ഇന്നങ്ങ് അവിടെ നിന്ന് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. ആ പ്രൊഫസർ. അത് ശരി, പ്രണയൊക്കെ കൊള്ളാം, പക്ഷെ അത് ഉറ്റ സുഹൃത്തിനെ ബലിയാടാക്കിക്കൊണ്ടാവരുത്. മനസ്സിലായോ? അയാളുടെ വിചാരം ഞാൻ ഇപ്പോഴാ മുറിയിലുണ്ടെന്നാ. സംസാരം ഇതുവരെ നിർത്തിയിട്ടില്ല. അതെ, ഒരു വേക്കൻസി ഉണ്ട്. ചിറ, പുഞ്ചി, മേഘാലയ. ആഹാ, സമാധാനായി. ദിവസം പോയി വരാലോ. വേറെ ഒരിടത്തും ഇല്ലേ? ഇല്ല. ചിറാപ്പുഞ്ചി അവന്റെ ഉണ്ട്.
റിഡംഷൻ ഹോസ്പിറ്റൽ പോതമേട് മൂന്നാർ. ആ എന്നാ ഞാൻ അവിടെ പോവാം, നീ ചിറാപ്പുഞ്ചി ചെല്ലടാ. തമാശ കളിക്കല്ലേ, നാളെ ഡിസിഷൻ പറയേണ്ടത്. എന്റെ അപ്പന് കാശുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 5 ലക്ഷം പോയിട്ട് 5 രൂപ തരത്തില്ല. പക്ഷെ തോമസ് തരകൻ തരും. അപ്പനോട് കാശ് ചോദിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴേ പേടിയാ. എന്നാലും മനസ്സ് പറയുന്നു തരുമെന്ന്. നമ്മുടെ ഹോസ്റ്റലേഴ്സ് ആണല്ലോ കൂടുതലും. എന്തോ കുഴപ്പമുണ്ട്. വാ അയ്യോ എന്താ എന്താ പറ്റിയത്? ബാബുജി 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 ബാബുജിയുടെ ഫൈനൽ റിസൾട്ട് വന്നു. തോറ്റോ? ഇല്ല, ജയിച്ചു. അതാ ബോധം പോയെ. ബാബുജി ഞാൻ തന്നെയാണോ പാസ്സായത്? ബാബുജിക്ക് എന്താ അത്ര സംശയം? ബാബുജി തന്നെ പാസ്സായത്. എന്താ ആലോചിക്കുന്നത്? അല്ല, റീവാലുവേഷന് കൊടുക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു.